ഇന്നൊരു മുരിങ്ങ ഇറച്ചി റോസ്റ്റ് ഉണ്ടാക്കാം. മുരിങ്ങ ഇറച്ചി എത്ര പേർക്കറിയാം? അറിയണവരെല്ലാം ഒന്ന് കമൻ്റ് ഇടുക. കായലിൽ നിന്ന് കിട്ടുന്ന കക്കയെ പോലൊരു സാധനം, കക്കയെക്കാളും നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം. അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളമുണ്ട്. പുഴുങ്ങുമ്പോൾ ഇത് ഒന്ന് ചുരുങ്ങി ചെറുതായി അതിലുള്ള വെള്ളമെല്ലാം ഊറി വരും. അതൊന്ന് ഊറ്റി വെച്ചിട്ട് അതിലോട്ട് അരപ്പിനാവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇടാൻ മറന്നുപോയായിരുന്നു. കരിവേപ്പിലും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി അതൊരു ഫ്രൈ പാനിൽ വറുത്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ആ പാനിലോട്ട് ഇച്ചിരി തേങ്ങ കൊത്തിട്ട് മൂപ്പിച്ച് കൊടുക്കാം. അതിൽ ബാക്കി വന്ന എണ്ണ മതി. ആ എണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ തേങ്ങ കൊത്ത് മൂപ്പിച്ച് അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ പാനിലോട്ട് ഇച്ചിരി കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കരിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം. സവാളയും പച്ചമുളകും ഇച്ചിരി മൂത്ത് വരട്ടെ. സവാള വാടാൻ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. അതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി ഒന്ന് വാടി വരട്ടെ. അന്നേരം ഇതിന് നേരത്തെ അതിലോട്ട് കുറച്ച് പൊടികൾ ഇട്ടായിരുന്നു. അതിന് ബാക്കി എനിക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലോട്ട് വറുത്ത് വച്ചിരുന്ന മുരിങ്ങ ഇറച്ചി കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. തേങ്ങാക്കൊത്തും ഉണ്ട് അതിൽ. കരിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി എടുക്കാം. മുരിങ്ങ റോസ്റ്റ് റെഡിയായി. എല്ലാവരും മുരിങ്ങ ഇറച്ചി കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം.